നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി, ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞു. ഇന്നലെ സെറ്റപ്പിലാണ്. അയ്യോ ഗ്ലൗസ് അവിടെ പോയി നീ എന്തെങ്കിലും പോസിറ്റീവ് ഫോട്ടോ അല്ല. റൂംമേറ്റ്സ് അല്ലേ? ഞങ്ങളൊരു 4 പേരുണ്ട്. ഞാൻ വഴിയെ കാണിച്ചത്. ആണോ? ഹണിമൂണാണോ ഇത്? ഞങ്ങളുടെ കുട്ടിയാണ് കേസ്. ഇവര് ഹണിമൂൺ വന്നിട്ടുള്ള. ആലപ്പുഴ. ആലപ്പുഴ. തീരെ ഭംഗിയില്ലാത്തൊരു കുട്ടിയുണ്ട് ഞങ്ങളുടെ. ഹായ്. അയ്യോ രസമുണ്ട് അല്ലേ ഗൈസ്? ഇതാണ് ഞങ്ങളുടെ വ്യൂ. കുബേരന്റെ പോലെ 2 ദിവസം ഞങ്ങൾ ഇവിടെ ഇത് കണ്ടൊക്കെ ഉണരും. സൈഡിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ യാത്രകളൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സാണ് കേട്ടോ. യു ആർ ഫ്രം മലപ്പുറം. ഗൈസ് വന്ന സ്ഥിതിക്ക് ഒരു കശ്മീരി ലുക്കും കൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി സ്പൈസ് ആണ്. ഫസ്റ്റ് ഡേ മൂന്നാറല്ലേ? ഇതാണ് നമ്മൾ മൂന്നാറിലാണ് എപ്പോഴും പോവാറ്. ഇതാണ് നമ്മുടെ മണാലിത്തെ ഫസ്റ്റ് ഡേ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോഴേ ഇന്ന് നമ്മളുടെ സോളോ ട്രിപ്പ് പോവാണ് കേട്ടോ. വീട്ടിൽ നിന്ന് പോകുന്നതേ ഉള്ളൂ സോളോ. അത് കഴിഞ്ഞ് നമ്മൾ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു പാക്കേജിൻ്റെ കൂടെയാണ് പോകുന്നത്. നാടൻ ക്യാമ്പ് എന്നാണ് നമ്മളുടെ ടൂർ പാക്കേജിൻ്റെ പേര് കേട്ടോ. അവരുടെ ഇൻസ്റ്റഗ്രാം ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ കമ്മൽ എനിക്ക് ഷൈത്ത തന്നതായിരുന്നു ഒരു ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇന്ന് ഇതിലാന്ന് വിചാരിച്ച് പോകുമ്പോൾ ഇച്ചിരി സിമ്പിൾ ലുക്കിലാണ് പോകുന്നത്. ഇനി അവിടെ പോകുമ്പോൾ ഫുൾ തണുപ്പത്തോട്ടല്ലേ, അപ്പോൾ ഒരു 5-6 ഡ്രസ്സൊക്കെ ഇടാനുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒരുവിധം നമ്മളുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് പാക്കിംഗ് ഒക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡൽഹിയിലേക്ക് നമ്മൾ എന്തായാലും ഒറ്റയ്ക്ക് പോകണം. ഓക്കെ. അപ്പോൾ ഞാൻ ട്രെയിനല്ല, ഞാൻ ഫ്ലൈറ്റിലാണ് പോണത്. ട്രെയിനിൽ പോകാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല. ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് ഫ്ലൈറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിളാണ്. ഈ രാവിലെ തന്നെ എണീറ്റതാണ് ഈ കണ്ണൊക്കെ കുറച്ച് പഫി ആയിട്ടിരിക്കുന്നത് കേട്ടോ, അങ്ങോട്ട് ഫ്രഷ് ആവാത്തത്. അപ്പോൾ നമുക്കൊരു 6:30 മണിക്കാണ് ബസ് ഉള്ളത് പട്ടാമ്പിയിൽ നിന്ന് കൊച്ചിക്ക് കിട്ടാം. കൊച്ചിയിൽ പോയിട്ടാണ് നമ്മൾ ഡൽഹിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റാണ് 11:30 മണിക്ക്. ഓക്കെ. നമ്മൾ ഓൾറെഡി KSRTC ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ടീമിൽ പോണവരെ ആക്ച്വലി എനിക്ക് പരിചയമില്ല കേട്ടോ, നേരിട്ട് ആരെയും പരിചയമില്ല. കുറച്ച് പേരെ ഞാൻ വാട്സപ്പിൽ ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ വന്നിട്ട് കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഒരു ടെൻഷനല്ല, എങ്ങനെയൊക്കെ ആവും എന്നൊക്കെയുള്ള ഫസ്റ്റായിട്ട് പോവല്ലേ. എൻ്റെ അമ്മോ, ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ് കേട്ടോ. ഇതാണ് നമ്മളുടെ ഓൾ മണാലി ട്രിപ്പിൽ യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചൊരു സ്മെല്ല്. ഇതിൻ്റെ ഒരു സ്മെല്ല് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരമൽ കേക്കൊക്കെ ഉണ്ടാവില്ല, അതുപോലെ ഒരു പുഡിങ് ഡെസേർട്ടൊക്കെ പോലെ എടുത്ത് കഴിക്കാൻ തോന്നും, അങ്ങനത്തെ ഒരു സ്മെല്ലാണ് കേട്ടോ. കാരമൽ കൊക്കോവ ഭയങ്കര അടിപൊളിയൊരു പെർഫ്യൂമാണ്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. അമ്മോ, അതായത് നമ്മൾ ആരെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഹഗ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക, കടിച്ചു തിന്നാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു പുഡിങ്ങിൻ്റെ പോലത്തെ ഒരു കാരമൽ പുഡിങ്. സീരിയസ്ലി ഞാൻ വെറുതെ പറയല്ല, അതായത് ഒരു ബോട്ടിൽ നിറച്ച് കാരമൽ കൊക്കോവ, അങ്ങനെ ഒരു ഫീലാണ് ഈ ഒരു പെർഫ്യൂമിന് ഉണ്ടാവും. ഇതിൻ്റെ തന്നെ വേറൊരു പെർഫ്യൂം ഉണ്ട്, അതായത് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഒരു കൊക്കോവ. കൊക്കോവ കാം. ഇതിൻ്റെ ഒരു സിസ്റ്റർ പോലെയാണ്. അതായത് ഇതൊരു ബെസ്റ്റ് സെല്ലർ ആയിരുന്നു കേട്ടോ, ഭയങ്കര വൈറലായിരുന്നു. ഇതിനൊരു ഫ്രൂട്ടി, ഒരു വാനില പെർഫ്യൂം, ഭയങ്കര കോസി ആയിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു റിച്ച് അങ്ങനത്തെ ഒരു പെർഫ്യൂം ആയിരുന്നു കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ന്യൂ ലോഞ്ചാണ് ഈ ഒരു കാരമൽ കൊക്കോവ. ഇത് ഒരു വേറെ തന്നെ ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിന്. ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ആ ഒരു പെർഫ്യൂം. അതായത് എല്ലാവരും നമ്മളടുത്ത് ചോദിക്കില്ല നിങ്ങൾ ഏതാ പെർഫ്യൂം യൂസ് ചെയ്തതെന്ന്, അങ്ങനെ ചോദിക്കുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ. ഇതിനൊരു ഗോർമണ്ട്, ഒരു ഡെസേർട്ട് ലൈക്ക് ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. പിന്നെ ഇത് ഹൈപ്പോ അലർജനിക്കാണ്. അപ്പം നമുക്ക് എന്നെ പോലുള്ള സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് വരെ ഇത് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്നൊരു പെർഫ്യൂമാണ്. മാത്രമല്ല ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. അതായത് ഇത്രയും അഫോർഡബിൾ പ്രൈസിന് ഇത്രയൊരു ലക്ഷറി ഫ്രാഗ്രൻസ് ഭയങ്കര സൂപ്പർ കോംബോ ആണ് കേട്ടോ. അപ്പോൾ ഇതുകൂടി ബാഗിൽ വെക്കട്ടെ. ഇതൊരു എന്താ പറയുക, ഇതൊരു സെൻ്റല്ല, ഇത് ശരിക്കും ഒരു മൂഡാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടുന്ന ഒരു പെർഫ്യൂമും കൂടിയാണ്. ഇന്നത്തെ നല്ല കുറച്ച് ദിവസത്തെ മണാലി ട്രിപ്പിൽ ഫുള്ള് നമ്മളുടെ ഈ ഒരു കാരമൽ കൊക്കോവയാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരുവിധ സാധനങ്ങളൊക്കെ എന്തായാലും ബാഗിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കി ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഏകദേശം നമ്മളുടെ ടൈമായി, വാപ്പ വെയിറ്റ് ചെയ്യുന്നുണ്ട്. തരത്ത് പോവാം, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. കുറച്ച് എക്സൈറ്റഡ് ആണ്, കുറച്ച് നെർവസും ആണ്, എല്ലാം കൂടി മിക്സ് ആയൊരു ഇമോഷനാണ്. വിശേഷങ്ങൾ കാണാം.
ഞാൻ കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബസ്സിൽ പോകുന്നത് കേട്ടോ. ഇതൊക്കെ നമുക്ക് മൈ ട്രിപ്സ് വഴി KSRTC ബസ്സൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ മേലെ പട്ടാമ്പി വരും. ഇവിടുന്ന് ഞാൻ നേരെ അത്താണിയിലാണ് പോകുന്നത്, അതായത് നിയർ ബൈ നമ്മളെ എയർപോർട്ടിൻ്റെ അടുത്ത്. അപ്പോൾ ഒരു 6:30 പോയപ്പോൾ നമ്മൾ ഏകദേശം 9 o'clock ആയപ്പോഴത്തേനും ഇവിടെ അത്താണി എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ടാക്സി വിളിച്ചിട്ടാണ് നമ്മൾ എയർപോർട്ടിൽ പോയത് കേട്ടോ. ഞാൻ എപ്പോഴും ആരുടെയെങ്കിലുമൊക്കെ കൂടെയാണല്ലോ പോകാറ്, ഒറ്റയ്ക്ക് പോകൽ വളരെ കുറവാണ്. പക്ഷെ അങ്ങനെ പോകുമ്പോൾ എനിക്ക് യാതൊരു തരത്തിൽ പേടിയും തോന്നിയില്ല കേട്ടോ. ഞാനിത് ഇവിടെ എയർപോർട്ടിലെത്തി. ഇനി ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അവിടെ ഭയങ്കര ക്യൂലാണ്. സമയം ഇപ്പോൾ 9 മണി ആയിട്ടുള്ളൂ. 11-നാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇക്കാരുടെ അടുത്ത് പോകുമ്പോൾ അബുദാബി പോകുമ്പോഴാണ് ഒറ്റയ്ക്ക് പോകാറ്. അപ്പോൾ പിള്ളേരുണ്ടാവും കൂടെ. ഒക്കെ നമ്മൾ അവിടെ കൊടുത്തു. നമ്മുടെ ബോർഡിംഗ് ബസ്സൊക്കെ കിട്ടി. ഗേറ്റ് നമ്പർ 2-ലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അത്യാവശ്യം നമുക്ക് ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. പിന്നെ യാത്രകൾ എപ്പോഴും കുറച്ച് സേഫ് ആയിട്ടുള്ള ടൈമൊക്കെ നോക്കി കുറച്ച് കംഫർട്ടായിട്ട് രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോൾ എന്താ പറയുക, പോയി വന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും എവിടെയും തോന്നിയില്ല. ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. അതുകൊണ്ട് അടുത്തൊരു യാത്ര പോകാൻ കൂടിയും ഇപ്പോഴും ഭയങ്കര ആവേശമാണ്. നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എയർപോർട്ടിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ബാപ്പൻ്റെ അടുത്ത് പുറത്തുനിന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ പുറത്തപ്പത്തിന് എനിക്ക് ടൈമിന് എത്തില്ല എന്നൊരു തോന്നൽ. അപ്പം ഞാൻ എന്തായാലും എയർപോർട്ടിൽ തന്നെ കഴിക്കാൻ വിചാരിച്ചിട്ടോ. അത് നമ്മുടെ ഗേറ്റിലേക്ക് ഗേറ്റ് നമ്പർ 2 തന്നെ നല്ലൊരു കഫേ ഉണ്ട്. ഇവിടെ നിൽക്കും ഒരു കാപ്പിച്ചിനോ ആൻഡ് സാൻഡ്വിച്ച് മേടിച്ചപ്പോഴത്തേനും മൈ ഗോഡ് 8:30. പിന്നെ ഇന്ന് നമ്മളുടെ സിനിമ നടൻ നരേനെ കണ്ടു കേട്ടോ. നമ്മളെ ക്ലാസ്മേറ്റ്സിലെ ദൂരത്ത് കണ്ട ഫസ്റ്റ് ഞാൻ ഇങ്ങനെ നോക്കിയിട്ടു, ഡൗട്ട്ഫുള്ളായി. പിന്നെ എനിക്ക് തോന്നി പിന്നെ അടുത്ത് പോയി സംസാരിച്ചില്ല, കാരണം അവരൊരു യാത്രയിലല്ലേ, അപ്പോൾ അവരുടെ ഒരു പ്രൈവസി ഉണ്ടാവുമല്ലോ. അപ്പം ഡിസ്റ്റർബ് ആക്കണ്ടെന്ന് വിചാരിച്ചു. ദൂരെ നിന്നൊന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ തിരിച്ചെന്നോടും ചിരിച്ചു. അങ്ങനെ നല്ല കോഫിയും സാൻഡ്വിച്ചൊക്കെ കഴിച്ച് പിന്നെ ഒന്ന് പോയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആയി കേട്ടോ. എൻ്റെ ഡ്രസ്സ് ഞാൻ സുഡിയോന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ, ഈ ബ്ലാക്ക് ടോപ്പ്. അതുകൊണ്ട് ലിങ്ക് ചോദിക്കരുത് കേട്ടോ. ഞാൻ XL സൈസാണ് എടുത്തിട്ടുള്ളത്. സുഡിയോയിൽ ഇപ്പോഴും ഉണ്ടാവും. ये ड्यूटी है तो अंदर ले जाओ, बोल दिया एक बार पैक करो गाड़ी को। हाँ तो पैक करो। वो चीज़ें मैंने अब सर्च किया क्या दिल्ली में क्या देखना है, तो देखने के लिए मन लगा, पर टाइम नहीं है ना, तो हमें जो ओके इंडिया गेट से एक ही प्लेस में जाऊँ. हैदराबाद हाउस ओके है गाइस. इधर നമ്മുടെ इंडिया गेट കാണാൻ വന്നിരിക്കുകയാണ്. इसे गाड़ी में जाएगा नहीं, हमें वॉक करना है. यहाँ से वॉक ही करना होगा. നമുക്കെന്തായാലും വഴിയിൽ നിന്നൊരു ക്യാമറമാനെ കിട്ടിയില്ല, ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തു. ഇവരാണ് കേട്ടോ എനിക്ക് ഇന്ത്യ ഗേറ്റിന്റെ മുന്നിൽ നിന്ന് നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു തന്നെ. आपकी नाम क्या है भाई? सॉरी विकास. हाँ थैंक यू. ഇവിടെ
ഫുള്ള് ഫോട്ടോഗ്രാഫേഴ്സ് ആണ് കേട്ടോ ഗൈസ്. ഇവിടെ വന്ന ഫോട്ടോ എടുക്കാൻ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടില്ല. आपका नाम क्या है? मैं नहीं पूछा. राहुल गौतम. राहुल गौतम. राहुल गौतम. बहुत बढ़िया माता आगे. താങ്ക് യു. ഇത് പ്ലാനിലില്ലാത്തൊരു യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി സമയം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഇന്ത്യ ഗേറ്റ് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇന്ത്യ ഗേറ്റ് ഒന്ന് കണ്ടു. ഓക്കെ, ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ സ്പോട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:10 നമുക്കവിടെ ഒരു 7:30 മണിക്ക് എത്തിയാൽ മതി. നമുക്കൊരു 8 o'clock 7:30 ആകുമ്പോൾ എത്തിയാൽ മതി. നമ്മുടെ ISBT കാശ്മീരി ഗേറ്റ് ബസ് സ്റ്റേഷനിൽ നമ്മൾ പോകേണ്ടത് കേട്ടോ. അപ്പം അത് നമുക്ക് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇന്ത്യ ഗേറ്റ് വഴി കാണാമെന്ന് വിചാരിച്ചത്. അത് നമ്മൾ പോകുന്ന വഴിക്കാണ് നമ്മുടെ റെഡ് ഫോർട്ടൊക്കെ ഉണ്ട്. പക്ഷെ റെഡ് ഫോർട്ട് ഒരു ലോകമാണ് കേട്ടോ, ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇറങ്ങില്ല. സർ താങ്ക് യു, ശുക്രിയ ഗൈസ്. ഞാനിവിടെ നമ്മൾ ബസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ നേരെ നോക്കിയപ്പോൾ KFC. സന്തോഷമായി. അപ്പം ഇനി KFC കഴിച്ചിട്ടാവും ബാക്കി. അപ്പോൾ ഇതാ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ KFC കണ്ടതുകൊണ്ട് വേഗം KFC കയറി. ഇനി ഇവിടുന്ന് ഫുഡ് കഴിക്കുമ്പോഴത്തേനും ഇവിടെ തന്നെയാണ് എല്ലാവരും എത്തുന്ന സ്ഥലം. അപ്പം ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാമല്ലോ. അപ്പം ഇനി KFC കിട്ടിയതുകൊണ്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. ഗ്രൂപ്പിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓരോരുത്തർ അവിടെ എത്തിയിട്ടുണ്ട്, ചിലരൊക്കെ പർച്ചേസിങ്ങിന് പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇവിടെ KFCയിൽ ഇപ്പോൾ അനൂപേട്ടനാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അനൂപ് തോമസ്. അവർ ഓസ്ട്രേലിയയിൽ നിന്ന് വരെയായിരുന്നു കേട്ടോ. ഇവിടുന്ന് വാങ്ങിച്ച സ്വീറ്റ്സ് ആണല്ലേ? ഡ്രൈ ഫ്രൂട്ട്. എവിടെ? എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചാണല്ലേ? ഒന്ന് തുറന്നു. കുറച്ച് അടിപൊളി സ്വീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പം ഇന്ന് ഫുഡ് കഴിച്ച സ്ഥിതിക്ക് ഇനിയിപ്പം വലിയൊരു ഫുഡിനൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഷുഗർ ബാലൻസ് ചെയ്യാനിത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഈ ഒരു ISBT കാശ്മീരി ഗേറ്റിൽ വന്നു. അവിടെയും ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ ബാഗിൻ്റെ ഒക്കെ. അപ്പം ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങുമായിരുന്നു. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. കാരണം പുതിയ പുതിയ ആളുകൾ ഇങ്ങനെ നമ്മുടെ ടീമിലേക്ക് വരുമ്പോൾ ഒരു അറൗണ്ട് 24 ആളുകളൊക്കെയാണ് നമ്മുടെ ഈ ട്രിപ്പിലുള്ളത്. അപ്പോൾ ഇങ്ങനെ പുതിയ ആളുകളൊക്കെ പരിചയപ്പെട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു ബസ്സിന്. ഏകദേശം ഒരു 9 o'clock ആയപ്പോഴാണ് നമ്മുടെ ബസ് വന്ന് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ബസ്സിൽ കയറിയപ്പോൾ പിന്നെ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. കാരണം രാവിലെ നേരത്തെ എണീറ്റ് വന്നതല്ലേ. പിന്നെ ഒന്നും നോക്കിയില്ല. ഒരു സെമി സ്ലീപ്പറാണ്, അതായത് ഇങ്ങനെ സീറ്റ് നമുക്ക് ചാരി വെച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്ന നല്ല കംഫർട്ടായ ബസ്സായിരുന്നു കേട്ടോ. ഒരൊറ്റ ഉറക്കമായിരുന്നു. പിന്നെ ഇതാ മോർണിംഗ് ഒരു 7 o'clockനൊക്കെയാണ് എണീറ്റത്. അപ്പോൾ ഇങ്ങനെ ബസ്സിൻ്റെ ചില്ലിങ്ങനെ തുടച്ച് നോക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ട് കേട്ടോ അപ്പുറത്ത്. പക്ഷെ ഗ്ലാസ് മൊത്തം പ്രിൻ്റ് ആയിരുന്നു, അതുകൊണ്ട് ഫുൾ വ്യൂ ഒന്നും കാണാൻ പറ്റില്ല. സമയം എത്രയായി? 8 മണിയായി. ഒരു 9 മണിയായിട്ടോ. ഞങ്ങളിവിടെ കറക്റ്റ് മണാലിയിൽ ഞങ്ങളിവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. ഹാവി ഉറക്കുന്ന കാണുന്നില്ലേ? ചേട്ടൻ പിന്നെ ഇന്നലെ സെറ്റപ്പിലാണ്. അയ്യോ, ഗ്ലൗസ് എവിടെ പോയി? ഗ്ലൗസ് വേണമെങ്കിൽ ഉണ്ടെന്ന്. അപ്പൊ തന്നെ കച്ചവടക്കാർ വന്നു. അതെന്നാണ് അസ്ലം. ഗ്രൂപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? താനോ? ഇത് വേറെ ക്യാമ്പാണേ. ഇനി നമ്മൾ ഇവിടെ ബസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ബസ്സിലാണ് കേട്ടോ പോകണം. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഇത് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഞാൻ നല്ല ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഗ്ലൗസും നമ്മുടെ കോട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊരു സുഖമുള്ള തണുപ്പാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് വന്നിട്ടല്ലേ ഉള്ളൂ. ഓക്കെ, ഇത് വിത്ത് മാസ്ക് ഉള്ളൊരു ക്യാപ്പ് വാങ്ങാം കേട്ടോ. ഉണ്ടായില്ല ഇങ്ങനത്തെ ഒരു മാസ്ക് ഇല്ല. ഇന്ന് നമ്മൾ ഇതിലാ പോന്നേ. 17 പേര്. ഞങ്ങളുടെ ലഗേജ് ഒക്കെ മുകളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ട്രാവലിന് പോകുന്നത്. ഞങ്ങൾ ഇനി ആദ്യം സ്റ്റേയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ടാണ് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നത്. ഒരു രസമുണ്ട് കേട്ടോ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്റ്റേയിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ മണ്ണ് കൂട്ടിയിട്ട പോലെ മഞ്ഞ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് മഞ്ഞ് കൂട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഞങ്ങളുടെ സ്റ്റേ കേട്ടോ. ഇവിടെ തന്നെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്.
ഞങ്ങളുടെ സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റേയുടെ പേരെന്താ? പേരൊന്നുമില്ല. നീ എന്തെങ്കിലും പോസിറ്റീവ് ഫോട്ടോ അല്ല എന്തായാലും നല്ല ഗ്രേസ് ആയിട്ടുള്ള സ്ഥലം തന്നെ കേട്ടോ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് എടുത്തത്. ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന ബാക്കി അന്നേരം നിങ്ങളുടെയൊക്കെ പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് ഫസൽ റോഷൻ ആഷിഫ്. നിങ്ങൾ കോഴിക്കോടാണ് അല്ലേ? അല്ല പറഞ്ഞു ഞാൻ എറണാകുളം. അവരോട് നമ്മുടെ സ്വന്തം മലപ്പുറംകാരനാണ് കേട്ടോ. ഞാൻ പട്ടാമ്പിയാണ്. ഹസ്ബൻഡിൻ്റെ വീട് മങ്കട. കത്തിരിച്ചിട്ട് നേരെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഗൈസ് ഇവിടെ നിങ്ങൾ ഞങ്ങളെ കൂട്ടാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണല്ലേ. ഇതൊരു അമ്മയും മോനും ആണ് കേട്ടോ. ഇത് ആകെ ഒരു കൊമ്പുള്ള അങ്ങനെ അമ്മയും മോനും അല്ലേ? എന്താ അമ്മയെ കൂട്ടി വരാൻ കാരണം? അത് അമ്മ നിന്നെ കുട്ടി വന്നാണോ? അമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. ഓ അത് കിടക്കി. അപ്പത്തിനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വിളമ്പി കഴിക്കലും തുടങ്ങിയല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് കണ്ടപ്പോ ചോദിക്കലും വെള്ളം അതിപ്പോ ഇന്ന് ആരോടും ചോദിക്കായിരിക്കല്ലേ. ഇന്നിപ്പോ ആരും പല്ലേച്ച് എന്നാ പിന്നെ നീ ബ്രഷ് ചെയ്തിട്ടോ, ഞങ്ങൾ കഴിച്ചിട്ട് വരാം. കരയേണ്ട ബാക്കിയുള്ള പ്ലേറ്റ്സ് വരുന്നുണ്ട്. നമ്മൾ റൂംമേറ്റ്സ് അല്ലേ. ഞങ്ങളൊരു 4 പേരുണ്ട്. ഞാൻ വഴിയെ കാണിച്ചു. നമുക്ക് ഡാൻസ് ഒക്കെ പഠിക്കണം കേട്ടോ. ഇന്ന് ഡാൻസിന്റെ നമുക്ക് ശരിയാക്കി എടുക്കാം. നല്ല അടിപൊളി ഡാൻസ് റീൽ എടുക്കാം നമുക്ക്. എന്തായിരുന്നു? ഫസ്ന എൻ്റെ റൂംമേറ്റ് ആണ് കേട്ടോ. എല്ലാരും എണീറ്റ് പോയിട്ട് കഴിച്ചതാ. ഇവിടെ ഇതൊക്കെ ചെയ്തിട്ടേ എല്ലാവർക്കും കഴിഞ്ഞിട്ട് വൈഡില് വ്യൂ കാണിച്ചത്. എല്ലാ ടേബിളും കാലിയായപ്പോഴും ഇവിടെ ഓർഡറിംഗ് ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതാണ് മൂപ്പര് പറഞ്ഞ ഇതൊരു മസ്റ്റ് ട്രൈ ആന്നൊക്കെ. എങ്ങനെയുണ്ട്? ഹോണസ്റ്റ് റിവ്യൂ പറ. രസമുണ്ടോ? ടേസ്റ്റ് മനസ്സിലാവുന്നില്ല. കുറച്ച് മധുരം ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ഇത് നമ്മളുടെ കൊല്ലത്തു നിന്നുള്ള കപ്പിൾസാണ്. എന്തായിരുന്നു പേര്? രാംലാൽ. തൻ്റെ പേരെന്തായിരുന്നു? അഭിരാമി രാംലാൽ ആണ്. നിങ്ങളിപ്പോ ഏർലി മാരേജ് എന്നല്ലല്ലോ? ആണോ? ഹണിമൂണാണോ ഇത്? ഞങ്ങളുടെ കുട്ടിയാണ് കേസ്. ഇവര് ഹണിമൂൺ വന്നിട്ടുള്ള എന്താ 1 വീക്ക് ആയിട്ടുള്ളോ? ഓ മൈ ഗോഡ്. ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരു ഡാൻസ് പഠിക്കണം. എന്റെ റൂംമേറ്റ്സിനെ കാണിച്ചിട്ട് ഞങ്ങളുടെ റൂംമേറ്റ്സ് പക്ഷെ റൂമിൽ കൂട്ടാട്ടോ. എപ്പോഴും റൂമിലായിരിക്കും. ഇപ്പൊ ഇത് മിയ. ഒന്ന് പാട്ട് പോസ്റ്റ്. എനിക്ക് കോപ്പിറൈറ്റ് വരില്ലേ? ഇത് മിയ ആൻഡ് ഒന്ന് ഹായ് പറയൂ. സുറുമി ആൻഡ് ഫസ്ന. ഒരു ബ്ലറായി അന്റെ മോന്റെ ഫോക്കസ് ചെയ്തല്ലേ. അതിന്റെ ഇടയിൽ വേറൊരു കൊച്ചിയല്ല. തന്നെ എവിടെ? ആലപ്പുഴ. തീരെ ഭംഗിയില്ലാത്തൊരു കുട്ടീനുണ്ട് ഞങ്ങളുടെ. അപ്പോഴേ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഡാൻസ് കളിക്കണം എന്നുള്ള ആഗ്രഹമായി എന്തൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിമ്പിൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞപ്പോൾ വാടാമാപ്പിളൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വെയിലുണ്ട്. നമ്മൾ അപ്പോഴേ ഇത് ഞങ്ങളുടെ സ്റ്റേയുടെ ഇവിടെയുള്ള വ്യൂ ആണ് കേട്ടോ. എന്താണ് ഈ വ്യൂവിൽ വെച്ച് നമുക്ക് വീട്ടിലേക്ക് ഒരു വീഡിയോ കോൾ വിളിക്കാം. സിസ്റ്റേഴ്സൊക്കെ എന്താ ഏതാന്നൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിൽ ചോദിച്ചുകൊണ്ടിരിക്കുക തന്നെ. ഈ വ്യൂ വലിയ തിരക്കിടില്ല. ഏകദേശം ഒരു മണാലി ഹിമാചൽ വൈബൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ കോൾ വിളിക്കട്ടെ വീട്ടിലേക്ക്. പരിചയപ്പെടുത്താൻ മറന്നു. ഇതാണ് നമ്മുടെ ഷാനു, ഞങ്ങളുടെ ടൂർ കോർഡിനേറ്ററാണ്, നമ്മുടെ ബോസാണ് കേട്ടോ. മോളിക്ക് വന്നിട്ട് തരുള്ളൂ. ഞങ്ങളെ മുന്നിൽ പല്ല് തേച്ചിട്ടില്ല എന്നിട്ട് വീഡിയോ ഉണ്ടാക്കിയപ്പോൾ തന്നെ പറയണം. മുന്നിൽ പല്ല് തേക്കത്തെ എല്ലാം ചറിഞ്ഞു. ശരി, നല്ല മാച്ചാണല്ലോ ഗായ്സ്. റൂം
വൃത്തിയിടാക്കുന്നതിന്റെ മുന്നേ വീഡിയോ എടുക്കട്ടെ, പിന്നെ ഇങ്ങനെ കിട്ടുന്നില്ല. നമ്മൾ 4 പേര് ഇരട്ടി കട്ടില്ലോ? എന്താ ഞങ്ങൾ അത്ര എരുമകളാണോ ഇങ്ങനെ ഒരുമ ഉണ്ടാവാൻ? അടിപൊളി റൂമാ. ഈ കേട്ടണെന്ന് പറഞ്ഞ എന്തെങ്കിലും വ്യൂ ഉണ്ട് പുറത്തോക്കട്ടെ. ഞങ്ങളുടെ വിശാലമായ കർട്ടൻസ് ഓപ്പൺ. ഹായ് അയ്യോ രസമുണ്ട് അല്ലേ ഗൈസ്? ഇതാണ് ഞങ്ങളുടെ വ്യൂ. കുബേരന്റെ പോലെ 2 ദിവസം ഞങ്ങൾ ഇവിടെ ഇത് കണി കണ്ടൊക്കെ ഉണരും. വാ കൊള്ളാട്ടാ, രസമുണ്ട്. ഇതാണ് അപ്പൊ ഞങ്ങളുടെ റൂം. ഇനി നമുക്ക് കുറെ പണിയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പല്ല് തേക്കണം. പല്ല് തേച്ച് കുളിക്കണമെന്നൊന്ന് ആലോചിക്കട്ടെ കേട്ടോ. കുളിക്കുന്ന പോലെ ഒന്ന് ആക്ട് ചെയ്യണം, നല്ല ഹീറ്ററൊക്കെ ഉണ്ടാവും. പിന്നെന്താ, ഫോണ് ചാർജ് ചെയ്യാനുണ്ട്. 12:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും കുറച്ച് സൈറ്റ് സീയിങ്ങിനൊക്കെ വേണ്ടി പോകും. പണ്ട് കളിക്കുമ്പോ എന്താ വേണ്ടി ഒരുത്തി ബാത്റൂമിൽ പോയിട്ട് 1 hour ആയി. സ്കൂൾ ഇറങ്ങിയിട്ട് ഫ്രീസർ പോലത്തെ വെള്ളം കൈയൊക്കെ നോക്കും മരവിച്ചിരിക്കുക. ഒരുത്തി അവിടെ കുളിക്കുക. ഞാൻ സമ്മതിച്ചു കൊടുത്തോളെ. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചു പോലല്ലോ. ബ്രഷ് ചെയ്യാം, അതിന് മസ്റ്റാണല്ലോ. സൺസ്ക്രീൻ വാരി പൂഷിക്കൊടു. ഗൈസ് അതാ എല്ലാവരും റെഡി ആയിട്ടതാ. മീ എൻ്റെ ഔട്ട്ലുക്ക് ഉണ്ടോ? ഓ മൈ ഗോഡ്. ഒക്കെ എല്ലാം ഇവിടെ കണ്ടു. ഇനി സുറബി ഓക്കെ, അടുത്ത പ്രശ്നം. ഓക്കെ, ഞങ്ങൾ ഏകദേശം എല്ലാവരും ഈ ഒരു ക്രീം ബ്ലഷ് ഇട്ട് നല്ല തണുപ്പ് കാരണം ചുമന്നാന്ന് അവരോട് പറഞ്ഞു. താല്പര്യ ഇത് വെയിൽ കൊണ്ടിട്ട് വരട്ടെ ഗൈസ്. ഞങ്ങൾ തണുത്തറിഞ്ഞ് ഹൈലൈറ്റർ ഒന്നും ഇടാൻ നമുക്ക് ഇഷ്ടം. മൂക്കിന് ചെറുതായിട്ട് ഒരിക്കലുണ്ടല്ലോ ഗൈസ്. ഇത് ആരും വന്നിട്ടില്ല. നമ്മളാണോ ഫസ്റ്റ്? ഞങ്ങളെ മെഡിക്കലുകൾ തോന്നുന്നു കേട്ടോ ഗൈസ്. വേഗം ആ വെയിലത്തേക്ക് ഓടാന്നൊക്കെ. വെയിൽ കാണുമ്പോൾ വീട്ടിൽ പോയിരുന്ന കുട്ടികൾ അപ്പോൾ വെയിൽ കാണുമ്പോൾ പുറത്തേക്ക് ഓടുക. വെയിൽ എവിടെ ഉണ്ട്, തണുപ്പൊരു ഭാഗത്തുണ്ട്. അങ്ങനെയാണ്. ഒരു ക്യാപ്പാട്ടോ, വിത്ത് ഇങ്ങനെ ഷാളുള്ള ഒരു ക്യാപ്പാണ്, ഇങ്ങനെ സൈഡിലേക്കുള്ള. ഇത് ഞാൻ സൈഡിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ യാത്രകളൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സാണ് കേട്ടോ. അങ്ങനെ ഇതാ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എൻ്റെ പേര് പറയൂ. You are from Malappuram? From Malappuram, okay. നല്ല കിഡിലൻ ഔട്ട്ഫിറ്റ്സ് ആയിരുന്നു രണ്ടുപേരും. നന്നായിട്ടുണ്ട് ഗൈസ്. അത്രയൊക്കെ ഉള്ളു പോക്കോ. താങ്ക് യു എന്നല്ലേ സബാട്ടിക്ക എന്ന് പറഞ്ഞ ആ സിറ്റുവേഷൻ വെച്ചാൽ ഊഹിച്ചെടുത്താക്കാം. ₹20 പൂജ ചെയ്താലോ? അത്യാവശ്യം നല്ല ഇങ്ങനെ സ്ലിപ്പ് ആവുന്നുണ്ട് ഗൈസ്. സൂക്ഷിച്ചൊക്കെ നടക്കേണ്ടിയിരിക്കുന്നു. ഇടുമ്പീനെ എന്താക്കണം, സേവിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഇവിടുള്ള ആൾക്കാർക്ക് മൊത്തം. അപ്പം ഈ അമ്പലത്തിനേക്കാളും പ്രായം എന്തിനുണ്ട് ഈ മരങ്ങൾക്ക്? മരങ്ങള് ദേവദാരുവാണെന്നൊക്കെ. പിന്നെ ഈ വനവാസ ടൈമില് ഭീമന് ഇങ്ങോട്ടേക്കാണ് വന്നതെന്ന്. അതിനുശേഷം എന്താക്കി, ഇവിടെ ഇടുമ്പനും ഇടുമ്പിയുമാണ്. അപ്പം ഇടുമ്പനെ മല്ലയുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് ഇടുമ്പിനെ കല്യാണം കഴിച്ചു. ഗൈസ് വന്ന സ്ഥിതിക്ക് ഒരു കശ്മീരി ലുക്കും കൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വന്നതല്ലേ, ഡ്രസ് ഉണ്ട് കേട്ടോ കാണാൻ. ഒരു സാധനം എത്ര പെടുന്നത് ഇവര് വേറെ ഇതിനെന്നറിയാം. ഒരു ലോക്കൽ ഫുഡാണിത് അല്ലേ? സിഡു. ഓൾറെഡി സ്പൈസ് ആണ്. ആ
ഡ്രൈ ഫ്രൂട്ട്. ആ ഡ്രൈ ഫ്രൂട്ട്സ് ആണല്ലേ. എന്തായിരുന്നു പേര്? ഇവിടുന്ന് ഇവിടുത്തെ എല്ലാ സ്ട്രീറ്റ് ഫുഡും ടേസ്റ്റ് ചെയ്തിട്ടേ പോകുള്ളൂ തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ രാത്രി തിരിച്ചെത്തിട്ടോ, സ്റ്റേയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ദിവസത്തിൽ തന്നെ ഒരുപാട് വിശേഷങ്ങൾ കാണിക്കാനുണ്ട് കേട്ടോ. പക്ഷെ വീഡിയോ ഒരുപാട് ലെങ്തി ആവുന്നതുകൊണ്ട് മാക്സിമം കട്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തത്. ഫസ്റ്റ് സ്റ്റാർട്ടറിലാണുള്ളത് സ്വീറ്റ് കോൺ സൂപ്പ്. സൂപ്പിൽ ഒരു സാൽട്ടി ഫ്ലേവറും കോൺ കഴിക്കുമ്പോൾ സ്വീറ്റ് ഫ്ലേവർ. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ളൂ. അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്താനൊന്നും പറ്റിയില്ല, ടീമിലുള്ള എല്ലാവരെയും. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്താം. ടീമിൽ ഓരോരുത്തരും ഭയങ്കര അടിപൊളിയായിരുന്നു. അതായത് ആദ്യമായിട്ടുള്ളൊരു സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ ട്രിപ്പ് പോകുന്നത്. സത്യം പറഞ്ഞൊരു കോളേജ് ടീമിൻ്റെ കൂടെ ട്രിപ്പ് പോയ പോലെ. ഏത് പ്രായക്കാരാണെങ്കിലും എല്ലാവർക്കും ഒരേ ഏജ് ആയിരുന്നു അവിടെ എത്തിയപ്പോൾ. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങൾ 11 മണിയായിട്ടോ. ഓ, നമ്മളൊരു 9:30 മണിക്കും കണ്ട് ഇറങ്ങിയാന്ന് തോന്നുന്നു അല്ലേ? ഞങ്ങൾ ഇത്ര നേരം ഒരു നൈറ്റ് വാക്കിലായിരുന്നു ഗൈസ്. ഒരു 9:30 മണിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. വെറുതെ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് അവിടെ നിന്നില്ല, വീണ്ടും അവർ ഫ്രണ്ടിലേക്ക് നടന്നു. ഞങ്ങൾ ഏകദേശം ഒരു 3 കിലോമീറ്റർ നടന്നപ്പോൾ മതിയായി. അപ്പോൾ തിരിച്ചു നടന്നു, കുറേ ദൂരം നടന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്തൊക്കെ വീഡിയോസ് എടുത്തതെന്ന് എനിക്കറിയില്ല. കാരണം ഫസ്റ്റ് ദിവസം തണുപ്പും ഒക്കെ ആയിട്ട് എനിക്കിങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മളെ മൂന്നാറത്തെ ഫസ്റ്റ് ഡേ. മൂന്നാറല്ലേ, ഇതാണ് നമ്മൾ മൂന്നാറിലാണ് എപ്പോഴും പോകാറ്. ഇതാണ് നമ്മുടെ മണാലിത്തെ ഫസ്റ്റ് ഡേ ഇന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്കാണ്. ഇനി നമുക്ക് അടുത്ത നാളെയാണ് ശരിക്കും ഞങ്ങൾ മഞ്ഞ് വാരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും ആ വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്നിപ്പോൾ ഇങ്ങനെ മഞ്ഞുള്ള സ്ഥലത്ത് പോയിട്ട് തന്നെ എത്ര തണുപ്പായിരുന്നു. അപ്പോൾ നാളെ മഞ്ഞ് വാരുമ്പോഴുള്ള അവസ്ഥ എന്താന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്തെല്ലാം വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. എന്നാണ് നമ്മൾ ശരിക്കും മഞ്ഞിലേക്ക് പോകുന്നല്ലേ? കൊടുക്കണ്ട കേട്ടോ അവന്. മുഖത്തേക്കണല്ലേ ആകെ കൂടെയുള്ള മേക്കപ്പ് കളയല തെന്നി. കുടുംബശ്രീയാണ്, കുടുംബശ്രീ.